നമസ്കാരം പ്രിയമുള്ളവരെ. തമിഴ്നാട് മുഖ്യമന്ത്രിയും ടി.വി.കെ നേതാവുമായ ജോസഫ് വിജയ് കോൺഗ്രസുമായി കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജോസഫ് വിജയെ സന്ദർശിച്ചിരുന്നു. കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പദ്ധതിയായ തൂഫാൻ, കേരളത്തിൽ നിന്ന് ലഹരി മാഫിയെ തുടച്ചു നിൽക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയുമായി ചേർന്ന് സഹകരിക്കുമെന്ന് ജോസഫ് വിജയ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു. തമിഴ്നാടും കേരളവും ഇൻഫർമേഷൻ ഇൻ്റലിജൻസ് പരസ്പരം കൈമാറും. അതിർത്തിയിലെ സുരക്ഷ, കേരളത്തിലേക്ക് മയക്കുമരുന്ന് തടയുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് അതിർത്തിയിൽ റെയ്ഡുകൾ നടക്കുമെന്ന രീതിയിൽ ജോസഫ് വിജയുടെ പ്രതികരണമുണ്ടാകുന്നു. എന്തായാലും തമിഴ്നാടും കേരളവും ഒപ്പം കോൺഗ്രസും ടി.വി.കെയും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമുണ്ടാകുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 2026 UDF നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമ്പോൾ കേരളത്തിലെ ടി.വി.കെ പ്രവർത്തകർ അവരുടെ കൊടിതോരണങ്ങളുമായി UDF പ്രവർത്തകരോടൊപ്പം വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ കേരളത്തിൽ ടി.വി.കെയുടെ ഒരു സ്റ്റാൻഡ് കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് വ്യക്തമായതാണ്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് DMK മുന്നണിയിലാണ് മത്സരിച്ചിരുന്നത്. എങ്കിലും മന്ത്രിസഭാ രൂപീകരണത്തിന് ആവശ്യമായ ഒരു ഭൂരിപക്ഷം ഇലക്ഷന് ശേഷം ടി.വി.കെക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ടി.വി.കെക്ക് ഒപ്പം ചേർന്നു. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ 2 മന്ത്രിമാരെ ലഭിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് ഉചിതമായ പരിഗണന കോൺഗ്രസിന് ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആകെ 5 MLA-മാരാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും 2 മന്ത്രിമാരെ കൊടുത്തു, പ്രമുഖമായ 2 വകുപ്പുകൾ കൊടുത്തു എന്നൊരു പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പ് ടി.വി.കെ കോൺഗ്രസിനെ ഒരു സഖ്യത്തിന് സമീപിച്ചിരുന്നു. അന്ന് 65 മുതൽ 67 സീറ്റ് വരെ കോൺഗ്രസിന് കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനുമൊക്കെ ആയിട്ടുള്ള പ്രത്യേക സാഹോദര്യ ബന്ധത്തിൻ്റെ പുറത്ത് അന്ന് കോൺഗ്രസ് ആ വാഗ്ദാനം ടി.വി.കെയുടെ നിരസിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ, ആ വാഗ്ദാനം കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ കോൺഗ്രസിന് അവിടെ 45-ൽ പരം MLA-മാരുണ്ടായിരുന്നേനെ, കുറച്ചുകൂടി നല്ല വകുപ്പുകൾ കിട്ടിയേനെ, കുറച്ചധികം മന്ത്രിമാരുണ്ടായേനെ. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുന്നുണ്ട്. പക്ഷേ വളരെ അവിചാരിതമായി കോൺഗ്രസ് ആ അവസരം തള്ളിക്കളഞ്ഞു. നിർഭാഗ്യകരം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്നാണ് യാദൃച്ഛികം. ഒരുപക്ഷെ അങ്ങനെ കോൺഗ്രസ് ആ ടി.വി.കെയുടെ ഒരു സ്വീകരിച്ചിരുന്നെങ്കിൽ, ടി.വി.കെയുടെ നിർദ്ദേശം സ്വീകരിച്ചിരുന്നതെങ്കിൽ പഴയ പ്രതാപകാലത്തേക്ക് ഒരുപക്ഷെ കോൺഗ്രസിൽ തിരിച്ചു പോകാമായിരുന്നു. നമുക്കറിയാവുന്ന പോലെ BJP മിക്കപ്പോഴും ഈ സംസ്ഥാനങ്ങളിലൊക്കെയും അവിടുത്തെ പ്രാദേശിക കക്ഷികളുടെയൊക്കെയും ഘടകകക്ഷിയായി ചേർന്നുകൊണ്ട് ചെറിയ സീറ്റുകളിലൊക്കെ വിജയിച്ചാണ് അവിടെയൊക്കെയും പിന്നീട് വളർന്നു വന്നത്. ആ ഒരു മാതൃക തമിഴ്നാട്ടിൽ കോൺഗ്രസ് സ്വീകരിക്കുകയും കോൺഗ്രസ്സിന് പഴയ പ്രതാപകാലത്തിലേക്ക് തിരികെ പോകുവാനും ചെയ്യുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് അന്ന് ജോസഫ് വിജയ് വെച്ച് നീട്ടിയ അവസരം നിരസിക്കുകയാണ് ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നിട്ടും ഇലക്ഷനിൽ ആകെ 23 സീറ്റ് മാത്രമാണ് DMK കോൺഗ്രസിന് വേണ്ടി അനുവദിച്ചത്. കോൺഗ്രസിനോട് നിരന്തരം അവിടെ ഒരു അവഗണന തന്നെയാണ് DMK പുലർത്തിയിരുന്നത് എന്ന് തന്നെയാണ് വ്യക്തം. മിക്കപ്പോഴും ഒരിക്കൽ പോലും DMKയുടെ മന്ത്രിസഭയിൽ കോൺഗ്രസ്സിന് പ്രാതിനിധ്യം നൽകിയിരുന്നില്ല. മറിച്ച് DMKയെ സംബന്ധിച്ച് DMKയ്ക്ക് കോൺഗ്രസ് അപ്പോഴൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരുന്നു. DMK UPA ആദ്യത്തെ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിലും രണ്ടാമത്തെ മന്ത്രിസഭയിലും DMKയ്ക്ക് പ്രതിനിധികളുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ DMK മന്ത്രി കനിമൊഴി നടത്തിയ അഴിമതിയാണ് മിക്കപ്പോഴും കോൺഗ്രസിനെ ഇലക്ഷനിൽ പരാജയപ്പെടുത്തുന്നതിനും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനും ഒക്കെ കാരണമായത്. അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസിനോട് പിണങ്ങി അധികാരം നേടുകയും മന്ത്രിസഭയിലൊക്കെ അധികാരം നേടുകയും, എന്നാൽ സംസ്ഥാനത്ത് വരുമ്പോൾ, തമിഴ്നാട്ടിൽ വരുമ്പോൾ കോൺഗ്രസിന് മന്ത്രി സ്ഥാനമൊക്കെ നിഷേധിക്കുന്ന ഒരു നിലപാടായിരുന്നു DMK സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് DMK മുന്നണി വിട്ട് ടി.വി.കെക്കൊപ്പം പോയതിനെ എനിക്ക് കുറ്റം പറയുവാൻ കഴിയില്ല. ഞാൻ ആ കോൺഗ്രസിൻ്റെ നിലപാടിനെ ന്യായീകരിക്കുന്ന ആളുകളോടൊപ്പമാണ്. ഇനി DMK നേതാവ് സ്റ്റാലിനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ CPM-ഉം കോൺഗ്രസും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷിയായിരുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റാലിൻ മിക്കപ്പോഴും CPM-ഉമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മിക്കപ്പോഴും CPM-ൻ്റെയും അല്ലെങ്കിൽ നേരത്തെ പിണറായി സർക്കാരിൻ്റെയും ഒക്കെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഒരു സ്റ്റാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുതകൾ. മറിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരിപാടികളൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നതും യാദൃച്ഛികമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം DMKയും അതുപോലെയുള്ള കക്ഷികളുമൊക്കെ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കക്ഷികളാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ PV അൻവറിൻ്റെ കാര്യമെടുത്താൽ, PV അൻവർ പിണറായി വിജയനുമായിട്ട് പിണങ്ങി, ഈ മരുമക്കത്തായമൊക്കെ ആരോപിച്ച് പിണങ്ങി CPM വിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നത് DMK ആണ്. അദ്ദേഹം ആദ്യം DMK നേതാക്കന്മാരുമായൊക്കെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ DMKയിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് DMKയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനെ പിണറായി വിജയൻ എതിർക്കുകയും പിണറായി വിജയൻ പിന്നെ സ്റ്റാലിനുമായിട്ടൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് ഈ
ഇദ്ദേഹത്തെ, അതായത് PV അൻവറിനെ DMK-യിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുന്നതും അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയ അഭയമായിട്ട് തൃണമൂൽ കോൺഗ്രസിലൊക്കെ പോകേണ്ടി വരുന്നത്. അതായത് പിണറായി വിജയനും അതുപോലെ DMK നേതാവ് സ്റ്റാലിനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിന് DMK-യിൽ അഭയം ലഭിക്കാത്തത്. അപ്പോൾ കോൺഗ്രസിനേക്കാളും കൂടുതൽ പ്രാധാന്യം DMK കേരളത്തിൽ CPM-ന് കൊടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ സിനിമാ നടൻ കമലഹാസൻ്റെയും ഒക്കെ കാര്യം പറയുന്നത് പോലെ അവർക്കൊക്കെ ഇടതുപക്ഷ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ DMK-യും അത്തരം ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രകാശ് രാജും കമൽഹാസനും ഒക്കെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ അവർ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ DMK-യും ജോസ് പ്രകാശും കമൽഹാസനും ഒക്കെ CPM-നോടൊപ്പം നിന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ജോസഫ് വിജയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അംബാസിഡറായ മോഹൻലാലിനോടൊപ്പം സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ തൂഫാൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കും എന്ന രീതിയിൽ ജോസഫ് വിജയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളതായി വാർത്തകൾ വരികയാണ്. അതായത് ജോസഫ് വിജയ് കൂടുതൽ ശക്തമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നേരത്തെയും കോൺഗ്രസിനോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. മിക്കപ്പോഴും തൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഇഷ്ടമുള്ള, സ്നേഹമുള്ള, ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായി അദ്ദേഹം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയം കോൺഗ്രസിൻ്റേതാണ്. പക്ഷേ തമിഴ്നാട്ടിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ദ്രാവിഡ രാഷ്ട്രീയത്തിലൂന്നിയ ഒരു പ്രസ്ഥാനത്തെ വാർത്തെടുക്കേണ്ടി വന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചായ്വ് കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയത്തോടാണ് എന്ന് വ്യക്തമാവുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാലിൻ ഒക്കെ പുലർത്തിയിരുന്ന ഒരു ഇടതുപക്ഷ അനുഭാവം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം അതുപോലെ UDF ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്ന ചില സമീപനങ്ങൾ ഉണ്ടാകുകയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് തൂഫാൻ പോലെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ പങ്കാളികളാകുന്നത്. ഇവിടെ അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ അയൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിലപ്പുറം ഒരു സ്റ്റാർ വാല്യൂ കൂടിയുള്ള നടൻ കൂടിയാണ് അദ്ദേഹം. കേരളത്തിൽ ആകമാനം അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയും തൂഫാൻ്റെ പ്രചരണ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നതാണ് വാസ്തവം. അതായത് വളരെ വ്യക്തമായ ഒരു സന്ദേശം ജോസഫ് സ്റ്റാലിൻ നൽകുന്നുണ്ട്. തൻ്റെ സമീപനം കോൺഗ്രസ് അനുകൂലമായിരിക്കും, അത് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന വ്യക്തമായൊരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസ് സംബന്ധിച്ചും തമിഴ്നാട്ടിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ജോസഫ് സ്റ്റാലിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അദ്ദേഹം കോൺഗ്രസിനെ ഉചിതമായി പരിഗണിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒക്കെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ 2 മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. അത് തന്നെ ഒരു വലിയ മികച്ച തുടക്കമാണ് ബന്ധത്തിൻ്റെ എന്ന രീതിയിൽ വിവക്ഷിക്കപ്പെടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരാൽ. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സ്റ്റാലിനുമായി ചേർന്ന് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാം എന്ന മോഹത്തിലാണ് കോൺഗ്രസ്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.